യോഹന്നാൻ 11:39. കർത്താവെ, നാറ്റം വെച്ചു തുടങ്ങി. യേശു കർത്താവ് ലാസറിനെ ഉയർപ്പിക്കുന്നതിന് തൊട്ടു മുൻപുള്ള സാഹചര്യത്തിൽ മാർത്ത പറയുന്ന വാക്കുകളാണിത്. യഹൂദവിശ്വാസമനുസരിച്ച് 4-ാം ദിവസമാകുമ്പോഴേക്ക് ശരീരത്തിൽ അഴുകൽ ആരംഭിക്കുമെന്നവർ വിശ്വസിച്ചിരുന്നു. ലാസറിനെ അടക്കിയിട്ട് 4 ദിവസമായതുകൊണ്ട് ശരീരം പൂർണ്ണമായും അഴുകി തുടങ്ങിയിരുന്നു. അതുകൊണ്ടാണ് നാറ്റം വെച്ചു തുടങ്ങിയെന്ന് മാർത്ത പറഞ്ഞത്. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ അഴുകിയ ഒരു ശരീരത്തെ വീണ്ടും ജീവിപ്പിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. മാർത്ത യേശുവിൽ വിശ്വസിച്ചിരുന്നു. എങ്കിലും ഈ സാഹചര്യത്തിൽ അവൾക്ക് പ്രായോഗികമായ ഭയവും അവിശ്വാസവും ഉണ്ടായി. നാറ്റം വെച്ചു തുടങ്ങി എന്ന് പറയുന്നത് പ്രതീക്ഷയറ്റ അവസ്ഥയെ കാണിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പല കാര്യങ്ങളും നാറ്റം വെച്ച അവസ്ഥയിൽ എത്താറുണ്ട്. ബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, ജീവിത സാഹചര്യങ്ങളൊക്കെ നാറ്റം വയ്ക്കുന്ന അവസ്ഥയിൽ, പ്രതീക്ഷയറ്റ അവസ്ഥയിൽ എത്താറുണ്ട്. ആർക്കും ഒന്നും ചെയ്യുവാൻ പറ്റാത്ത അവസ്ഥ. വളരെ പ്രാർത്ഥിച്ചിട്ടും ആഗ്രഹിച്ചിട്ടും കാത്തിരുന്നിട്ടും യേശു കർത്താവിൻ്റെ പ്രവൃത്തിയോ സാന്നിധ്യമോ കാണാത്ത അവസ്ഥ. എന്നാൽ ആ സമയത്ത് നമുക്ക് ലോകത്തോട് വിളിച്ചു പറയുവാൻ സാധിക്കണം, നിങ്ങൾ ദൈവമഹത്വം എൻ്റെ ഈ വിഷയത്തിൽ കാണാൻ പോവുകയാണ് എന്ന്. അതിനുള്ള ആത്മീയ പക്വതയും കാഴ്ചപ്പാടും വിശ്വാസത്തിൻ്റെ ആഴവും നമുക്ക് ഉണ്ടായിരിക്കണം. ആഴമേറിയ വിശ്വാസവും യേശുക്രിസ്തു ആരാണെന്നും എന്താണെന്നുമുള്ള ബോധ്യവും നമുക്കില്ല എങ്കിൽ നാം ലോകത്തിൻ്റെ മുൻപിൽ ലജ്ജിതരാകുവാൻ സാധ്യതയുണ്ട്. ഇവിടെ കല്ല് മാറ്റാൻ പറഞ്ഞത് ദൈവപ്രവൃത്തിക്ക് മുൻപ് മനുഷ്യൻ്റെ അനുസരണത്തിൻ്റെ പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ നാറ്റം വെച്ച വിഷയത്തിൻ്റെ മധ്യത്തിലും ദൈവം പറയുന്നത് പൂർണ്ണമായി അനുസരിച്ചാൽ വലിയ അത്ഭുതങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. യേശു കർത്താവിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ അഴുകിയതോ ജീർണിച്ചതോ നാറ്റം വെച്ചതോ ആയ അവസ്ഥ ഒന്നും ഒരു വിഷയമേ അല്ല. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതും ഉളവാക്കിയ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദുർഗന്ധത്തെ സുഗന്ധമാക്കാൻ, കണ്ണുനീരിനെ സന്തോഷമാക്കുവാൻ, ദാരിദ്ര്യത്തെ സമ്പന്നതയാക്കുവാൻ, അനാരോഗ്യത്തെ ആരോഗ്യമാക്കുവാൻ, മരണത്തെ ജീവനുറ്റതാക്കാൻ യേശു കർത്താവിന് കഴിയും. നാം ചെയ്യേണ്ടതൊന്നു മാത്രം, കർത്താവിൽ വിശ്വസിക്കുക, അനുസരണമുള്ളവർ ആയിരിക്കുക. യേശു കർത്താവിൻ്റെ ശരീരം 3 ദിവസം കല്ലറയ്ക്കുള്ളിൽ ഇരുന്നു. ലോകം വിചാരിച്ചു അത് നാറ്റം വെച്ച് അഴുകി ജീർണിച്ച് ഇല്ലാതാകുമെന്ന്. എന്നാൽ ലോകത്തോട് ആ കല്ലറ ഇന്നും വിളിച്ചു പറയുന്നു, ദൈവപ്രവൃത്തിക്ക് മുൻപിൽ കല്ലറയോ മരണമോ ഒക്കെയും നിസ്സഹായമായി നിൽക്കുമെന്ന്. യേശു കർത്താവ് ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല എന്ന് വചനം പറയുന്നു. രാവും പകലും ഉണർന്നിരിക്കുന്ന ദൈവം നമ്മുടെ ആവശ്യങ്ങളിൽ തക്ക സമയത്ത് വെളിപ്പെടുക തന്നെ ചെയ്യും. പ്രഭാത ഭക്ഷണം ആരും രാത്രിയിൽ കഴിക്കാറില്ല. ഓരോന്നിനും ഒരു നേരവും കാലവുമുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തെ ലോകത്തിന് മുൻപിൽ സാക്ഷ്യമായി ഉയർത്തി കാണിക്കുവാനും ദൈവത്തിനൊരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം അത് ചെയ്യും. അതുവരെ നമുക്ക് യേശു കർത്താവിൻ്റെ ഇടപെടലിനായി വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്തിട്ടുള്ള, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന, ഇനി ചെയ്യുവാനിരിക്കുന്ന എല്ലാ നന്മകൾക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.